ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ ജോഗിങ്ങിനൊക്കെ പോയി കയറുന്നുട്ടാ. ഇപ്പം ഞാൻ ദേ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതെന്തത്? രാജോട്ടൻ അവിടെ നിൽക്കണ്ടല്ലോ. രാജോട്ടാ, എന്താ പരിപാടി? എടാ ജാക്കേ, നീ വന്നാ? നീ ഇപ്പോൾ വന്നത് നന്നായി. അതെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എൻ്റെ ഈ കാണുന്ന സ്വിഫ്റ്റ് കാറില്ലേ, അതൊന്ന് പെടയായിട്ട് മോഡിഫൈ ചെയ്തിട്ടേ ഒരു ലംബോർഗിനാക്കി മാറ്റ്. ആ രീതിയിൽ മോഡിഫൈ ചെയ്. എന്തേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? സ്വിഫ്റ്റ് ലംബോർഗിനാക്കി മാറ്റ്. അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഒരു സ്വിഫ്റ്റിനെ ലംബോർഗിനാക്കി മാറ്റാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. ഇച്ചിരി പാടുപെട്ട പണിയാ. എന്നാലും നോക്കി നോക്കാം. നമുക്കപ്പോൾ ഈ സ്വിഫ്റ്റില്ലേ, അതൊന്ന് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് പിന്നെ ബെന്നിയുടെ വർക്ക്ഷോപ്പാണ്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇതെന്തത്? ഇവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഹലോ ചേട്ടന്മാരെ, എന്താ പ്രശ്നം? വഴിന്ന് മാറ്. അതെ, നമ്മൾ ഈ സിറ്റിയിലെ വലിയ ഗുണ്ടകളാ. അതേമാതിരിക്ക് നിന്റെ കയ്യിലുള്ള പേഴ്സ്, മൊബൈല്, പിന്നെ കാറിന്റെ താക്കോല്, അതെല്ലാം നമുക്ക് തന്നേക്ക്. എന്നിട്ട് വേഗം സ്ഥലം വിട്ടോളണം. അത് ശരി, നിങ്ങൾ ആള് കൊള്ളാലോ. നിങ്ങൾക്ക് പക്ഷെ ആള് മാറിപ്പോയി. ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. ഇതെന്തത്? ഇവൻ നമ്മളെ വെടിയിക്കാണല്ലോ. അതെ, ഇവനെ വെറുതെ ശരിയാവില്ല. നമുക്ക് ഇവനെ ഇങ്ങ് തീർത്തളയാം. പോലീസ് ഒന്നുമല്ലോ. എടാ, നിനക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല. പോലീസുകാരൊക്കെ നമ്മുടെ കൂടെയാ. അത് ശരി, പോലീസുകാരൊക്കെ നിങ്ങളുടെ കൂടെയാണല്ലേ? എന്നാ പിന്നെ പോലീസുകാരെയും തീർത്തളയാം. എടാ ജാക്കേ, നീ നമ്മുടെ ആൾക്കാരെ അടിക്കാറായ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാനേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും. ആണോ? എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ? അത്രക്കയ്യാ? നിങ്ങളതിന് ജീവനോടെ ഉണ്ടായാലല്ലേ? ചാവട അങ്ങോട്ട്, ചാവ്. എന്നാ പിടിച്ചോ. അതെ, എൻ്റെ കയ്യിൽ RPG ഇരിക്കണേ. എൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? ആ സ്വിഫ്റ്റ് കാറിന് തീ പിടിച്ചല്ലോ. നൈസായിട്ട് പണിപ്പാളിട്ടാ. ആ സ്വിഫ്റ്റ് കാറ് നമ്മുടെ സ്വന്തം കാറല്ലായിരുന്നു. അത് രാജോട്ടൻ്റെ കാറാ. രാജോട്ടൻ്റെ കാറിന് തീ പിടിച്ചേ. ഓക്കെ, ഇവിടെ നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയേക്കാ. എല്ലാ പോലീസുകാരും തീർത്തളഞ്ഞു. ഒരാളിനും ബാക്കി വെച്ചില്ല. രാജോട്ടൻ്റെ കാറ് പക്ഷേ പോയിട്ടാ. ആ സ്വിഫ്റ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? രാജോട്ടനോട് എന്താ പറയാ? അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് രാജോട്ടനെ ശരിക്കുള്ള ലംബോർഗിനി കൊടുക്കാം. ഒറിജിനൽ ലംബോർഗിനി. ഒറിജിനൽ ലംബോർഗിനിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഏകദേശം 4 കോടി രൂപയുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് രാജോട്ടനെ ശരിക്കുള്ള ലംബോർഗിനി വാങ്ങിച്ചു കൊടുക്കാം. രാജോട്ടനപ്പോൾ ഹാപ്പിയാവും. പിന്നെ പഴയ കാറിനെ കുറിച്ച് ആലോചിക്കില്ലേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ ഷോറൂമിൽ പോവാം. ഷോറൂമിൽ പോയിട്ട് ഒരു പുതിയ കാറങ്ങ് മേടിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഷോറൂമിൽ വന്നേക്കാ. ഇതെന്തത്? ഷോറൂമിൽ വണ്ടിയൊന്നുമില്ലേ? എനിക്കവിടെ ഒരു ബൈക്ക് മാത്രമേ കാണാനുള്ളൂ. നമുക്ക് പക്ഷേ ബൈക്കൊന്നും വേണ്ട. നമുക്ക് കാറാ വേണ്ടേ, അതും ലംബോർഗിനി. ഇവിടെ ലംബോർഗിനി ഉണ്ടാ? ഇവിടെ ഒരു കാറുണ്ട്. തൽക്കാലം ഇതങ്ങ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ അത് പർച്ചേസ് ചെയ്തു. ഇനി അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ ലംബോർഗിനി. ഈ വണ്ടി മോഡിഫൈ ചെയ്യണ? ശരിക്കും ലംബോർഗിനി ഒന്നും മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലംബോർഗിനിക്ക് അത്യാവശ്യം സ്പീഡുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ കാറ് ഒന്ന് മോഡിഫൈ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയുടെ കളറൊന്ന് മാറ്റാം. പിന്നെ നൈട്രോയും ഇൻസ്റ്റാൾ ചെയ്യാം. നൈട്രോ ഇട്ടാലേ വണ്ടി നല്ല സ്പീഡിൽ പോവേ. നമുക്കപ്പോൾ ആ വർക്ക്ഷോപ്പിൽ തന്നെ പോവാം. ഓക്കെ, നമ്മളങ്ങനെ ആ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇനി നമുക്ക് ഈ കാറ് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. ആദ്യം ഈ വണ്ടിയുടെ കളർ മാറ്റാം. ഏത് കളർ കൊടുക്കുക? റെഡ് കൊടുക്കാം. റെഡ് കളറിൽ കാണാൻ നൈസായിണ്ട്. ഗ്ലാസ് പിന്നെ ടിൻ്റ് അടിച്ചു, അത് ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അലോയ്സ് പിന്നെ മാറ്റണ്ട, അതങ്ങനെ കിടന്നോട്ടെ. ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്മോക്കിൻ്റെ കളറ് റെഡും കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഈ വണ്ടി മോഡിഫൈ ചെയ്തു. ഞാൻ പിന്നെ അലോയ്സ് മാറ്റിയില്ല. ഞാൻ സാധാരണ അലോയ്സ് മാറ്റാറുണ്ട്. ചില സമയത്ത് അതിൻ്റെ സൈസും കൂട്ടാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്തില്ല. ലംബോർഗിനിക്ക് പിന്നെ വലിയ ടയർ മാച്ച് ആവില്ലേ, ചിലപ്പോൾ കാണാൻ ബോറാവും. അതുകൊണ്ട് അലോയ്സ് ഇതന്നെ കിടന്നോട്ടെ.
ഇനിയിപ്പോൾ നമുക്കേ ഈ കാറ് രാജുവേട്ടന് കൊടുക്കാം. നമ്മളങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. രാജുവേട്ടാ പുറത്തേക്ക് വായോ, രാജുവേട്ടന് ഒരു സർപ്രൈസ് ഉണ്ട്. ഇതെന്തത്? രാജുവേട്ടൻ വീട്ടിലില്ലേ? ആ ചിലപ്പോൾ അവിടെ ഇരുന്ന് ടി വി ആണോ, ഈ റൂമിലുണ്ടാവോ? ആ രാജുവേട്ടാ ഇങ്ങോട്ടേക്ക് വന്നേ, രാജുവേട്ടന് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസാ? നീ ആ വണ്ടി മോഡിഫൈ ചെയ്താ ലംബോർഗിനിയാക്കി മാറ്റിയ? ഇത് ലംബോർഗിനിയാക്കി മാറ്റിയതല്ല, ഇത് ശരിക്കും ലംബോർഗിനി തന്നെയാ. ഇത് ശരിക്കുള്ള ലംബോർഗിനിയാണോ? എടാ ജാക്കേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഈ കാറ് എനിക്കാണോ? അതെ അതെ, ഈ കാറ് രാജുവേട്ടനാ. രാജുവേട്ടാ വന്ന് വണ്ടിയിൽ കയറ്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ആടെ ജാക്കേ, എന്നിട്ടായാലും ഇത് നൈസ് കാറാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ കാറ് നല്ല സ്പീഡിൽ പോവണ്ടേ? ആ രാജുവേട്ടാ, ഇത് നല്ല സ്പീഡിൽ പോവും. ഞാൻ പിന്നെ നൈട്രോയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഓടിക്കാനും നല്ല രസമുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.